കണ്ടാ ഒരു കട്ടക്കലിപ്പ് നല്ലൊരു വലിയ വലിയ നീളോ എന്നെ കട്ടക്കടി പോലുള്ള പട്ടം ഗൈസ്. ഈ പട്ടം ഞാൻ തന്നെ വീട്ടിൽ ഇരുന്ന് പേപ്പറൊക്കെ വെട്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പട്ടമാണ് ഗൈസ്. കണ്ട നമ്മളിവിടെ കമ്പൊക്കെ വെച്ച് നൂലൊക്കെ കെട്ടി കിടുകിടാച്ചിയാക്കി എടുത്ത പട്ടമാണ്. കണ്ട പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ ഒരു കട്ടക്കലിപ്പ് സ്ഥലമാണ്. കണ്ട ഇവിടെ നല്ല വെള്ളം ഇങ്ങനെ നദിയാണ് നിൽക്കുന്നത്. കണ്ട എൻ്റെ നടുക്കെന്തോ ഞാൻ തോന്നുന്നു ഇലക്ട്രിക് പോസ്റ്റ് എന്താ സാധനമാണ് ഗൈസ്. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ കിടുകിടാച്ചായിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞാണ്. ഇത് മറ്റേ ഉപ്പിന്റെ സാധനല്ലേ? പിന്നെ ഉപ്പ് തുടങ്ങിയാണ്. അതുകൊണ്ട് അവിടെ ഒക്കെ ആൾക്കാർ കുഞ്ഞു കുഞ്ഞു വീട്ടിലൊക്കെ താമസിക്കുന്നത്. കണ്ടോ അത് ഉപ്പ് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അവര്. അവരൊക്കെ ഒരു പഴയ വീടാണ്. പിന്നെ ഇവിടെ മൊത്തം അങ്ങ് വെള്ളമൊക്കെ നിറച്ചിട്ടേക്കാണ്. ഇത് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. ഇത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ടെസ്റ്റ് റെഡി ഞാൻ തന്നെ ഉണ്ടാക്കി വട്ടം ഞാൻ തന്നെ വറുത്തും പോവാണ് ഗൈസ്. വറുത്താൻ പോകുന്ന ഒരു വലിയ ഏരിയയിലാണ്. അതാണ് ഇവിടെ ഉപ്പളം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഏട്ടാ ഏതായാലും നൂല് കെട്ടാണ്. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ തുറന്നെടുക്കാണ് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവർ രാത്രിയിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ വിറകൊക്കെ വെച്ച് ഇവർ തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മൾ ഒരു ദിവസം വന്നപ്പോൾ അതാണ്ട് അവർ അവിടെ നിന്ന് വിറകൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ. പിന്നെ വെള്ളമൊക്കെയും അവർ ദൂരെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. പിന്നെ ഇവിടെ മൊത്തം കണ്ട ഇവിടെയൊക്കെ ചെറിയ ചെറിയ തെന്നലും പിന്നെ ചെറിയ കുഴിയും ഒക്കെ ഉണ്ട്. പക്ഷെ വെറുതെ നിന്ന് നോക്കി നല്ല നിരപ്പ് ഉള്ള കട്ടിയുള്ള ഏരിയ പോലെയാണ്. ഓ ഗായ്സ് എന്നെക്കാളും വലിയ കിടുകിടാച്ചിട്ടുള്ള വാല് ഗായ്സ്. ഗായ്സ് ഏട്ടയാണ് ഇതിനെ പറത്തി മേളോട്ട് കയറ്റാൻ പോകുന്നത്. അല്ലേ എനിക്കറിയത്തില്ല. പിന്നെ കയറി കഴിഞ്ഞ് ഞാൻ പിടിച്ചോളും. ഏട്ടനാണ് കയറ്റാൻ പോകുന്നത്. കാരണം ഞാൻ കയറ്റി കഴിഞ്ഞ് ചിലപ്പോ പണി പോടും. സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും പറത്താൻ അറിയത്തില്ല, പൊക്കി കയറ്റാൻ അറിയത്തില്ല. എന്തായാലും നമ്മൾ ശ്രമിക്കുകയാണ്. ഞാൻ ഓടട്ടെ. എൻ്റെ അമ്മോ ഗായ്സ് അങ്ങനെ ഇവിടെ വലിയ കാറ്റൊന്നും ഇല്ല. പക്ഷെ തണുപ്പുണ്ടല്ലേ. ഒരു 6:20 ആയിക്കോളും. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ തന്നെ. ഓ ഗായ്സ് ഇത് നല്ല കാറ്റിന്റെ ഇതിലങ്ങ് പോകുന്നുണ്ട്. നല്ല നീളമുള്ള വാല്. നമ്മളിനി മറ്റേ കളർ പേപ്പർ വെച്ചുണ്ടാക്കും. ഇനി ഞാനും ഒന്ന് പറഞ്ഞിട്ട് ഞാൻ കാണുന്നില്ലടാ. പൊങ്ങി 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 ഒരുത്തൻ ഓടിപ്പോയിട്ടുണ്ട്. അടിപൊളി. അവൻ തന്നെ അവിടെ കിടന്നാലേ ഭയങ്കര അല്ല പട്ടം പറത്തിയതിന്റെ സന്തോഷത്തില്. അടിപൊളി അടിപൊളി അടിപൊളി. കേറി 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 മേളി കേറി കേറി. അത് കാറ്റിന്റെയോ? കാറ്റ് കുറവാണ് ഗായ്സ്. നമുക്കപ്പോ വലിച്ചു വലിച്ച് കയറ്റേണ്ടി വരും. കേറിയടാ കേറി മേളി കേറിയടാ. പട്ടത്തിന്റെ നൂല് കുരുങ്ങിയിരിക്കുന്നു. അതിവിദഗ്ധമായിട്ട് പട്ടത്തിന്റെ നൂല് കുരുക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന കുരുക്ക് മാറ്റുന്നു. മൊത്തം കുരുങ്ങിപ്പോയി. ഇന്നലെ മൊത്തം കുരുങ്ങിപ്പോയി. ഇത് വെളിപ്പോയി നൂലാണ്. നമ്മൾ നേരത്തെ പണ്ട് മേടിച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച നൂലാണ്. പൊട്ടിച്ചു വിടാൻ പോണ്. നമ്മൾ കത്രിക കൊണ്ടുവരേണ്ടിയാണ്. വിട്ടുപോയാൽ
ചുറ്റി പിടിച്ചമ്മ. ഗൈസ് കണ്ടോളൂ അങ്ങ് പോയി. അമ്മേ ആ ഇത് വാലുള്ളതുണ്ട്. ഇച്ചിരി കൂടെ വലിയ വാലാണ്. അവിടെ നിൽക്കും സാധനം. ഞാനും കൂടെ ഒന്ന് പിടിക്കട്ടെ. ഞാൻ ഇപ്പൊ വിടത്തില്ല. അതെന്തൊരു കാര്യം. എനിക്കും പട്ടം പിടിക്കണ്ടേ. ഞാൻ പിടിച്ചിട്ടേ ഇല്ല സാധനം. നീ ഉണ്ടാക്കിയില്ല, അപ്പൊ അത് മതി. ഗൈസ് അങ്ങാണ് നമ്മുടെ ഫോക്കസ് പോലും ക്ലിയർ ആവുന്നില്ല സാധനത്തിന്റെ. അത്രയും പൊക്കത്തിൽ പോയി. കണ്ടോ അതിന്റെ വാല് കാണാവോ? കുറച്ചൊക്കെ കാണാം ഗൈസ്. അങ്ങ് മേലെ പോയതുകൊണ്ട് നന്നായിട്ട് മീൻ പറക്കുമല്ലോ. മീൻ നീന്തുകയാണ് ചെയ്യുന്നത്. മറ്റേ അത് കണ്ടോ ഫ്രണ്ടിലത്തെ ഫിൻസ് 2 എണ്ണം. ഫ്രണ്ടിലത്തെ ചെവി പോലെ. അത് തന്നെ. ഇവിടെ ഇന്ന് പറയാണ് ഗൈസ്. ചിരിന്ന് കാണിച്ചേ ഗൈസ്. ആ സമയത്ത് നൂലിതാ കുരുക്ക് മാറ്റി വീണ്ടും കെട്ടി വെക്കാൻ അമ്മ. ഞാനും കൂടെ ഒന്ന് പിടിക്കട്ടെ അമ്മ. ഇല്ല ഇപ്പൊ തരൂട്ടോ. അവിടെ നിക്ക്. ഞാനും കൂടെ ഒന്ന് പിടിക്കട്ടെ അമ്മ. കഷ്ടമുണ്ട്. ഗൈസ് അവനെ കൊണ്ട് പറപ്പിക്കാന്ന് പറഞ്ഞു വന്നതാണ് ഗൈസ്. പക്ഷെ എന്നെ കൊണ്ട് തോടിപ്പിച്ചു എപ്പോഴാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഇപ്പൊ തന്നേക്കാം. ഞാനും ഒന്ന് പറത്തിട്ട് ഇത്രയും നേരം ഞാൻ ഈ ബൈക്ക് കഷ്ടപ്പെട്ട് പിടിച്ചു വെച്ചോണ്ട് വന്നതല്ലേ. തക്കട കണ്ട 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 പറക്കുവോ എണ്ണാട്ടോ. നോക്കട്ടോ അത് പോകുന്നുണ്ട് കേട്ടോ. ആരും നോക്കുന്നില്ല. കണ്ടോളൂ നൂല് വീണ്ടും എന്റെ വിട്ടങ്ങണം പോയി കഴിഞ്ഞാൽ എന്നെ 2 കൂടെ കൊല്ലും. കടുങ്കട്ട് കെട്ടണേ. ഒന്നുകൂടെ കെട്ടിക്കോ. അതിന്റെ അപ്പുറത്തൊന്നും ഒരു പ്ലെയിനും പോകുന്നുണ്ട്. അയ്യോ ഗോസ് കാണുമെന്ന് അറിയത്തില്ല ഗൈസ്. അത്രയും സൂം ചെയ്യാൻ പറ്റൂല. കാണത്തില്ല ഗൈസ്. പ്ലെയിൻ ഭയങ്കര ഹൈറ്റിലാണ്. പിടിയമ്മ. ഇനി ഞാൻ പറത്തട്ടെ. ഇനി അമ്മ പിടി. ഇനി കുറച്ചു നേരം ഞാൻ പറത്തട്ടെ. ഗൈസ് നല്ല തണുപ്പാണ് ഗൈസ്. ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലമാണ്. പക്ഷെ രാവിലെയൊക്കെ കണ്ട കത്തി കിടക്കുന്ന വെയിൽ പോലെ തോന്നും. പക്ഷെ വെയിലൊന്നും ഇല്ല. നല്ല തണുപ്പ് തന്നെയാണ് ഗൈസ്. അതിരാവിലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലേ. നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് പുതപ്പും കൂടെ പോകണം. അത്രയും തണുപ്പാണ് ഗൈസ്. അപ്പൊ നമ്മള് രാത്രിയില് അത്രയും തന്നെ തണുപ്പാണ്. അത്രയും പറഞ്ഞതിന്റെയാണ്. ഭയങ്കര തണുപ്പ് കാലം ആയതുകൊണ്ട് നമുക്ക് അധികം പറയാൻ പറ്റത്തില്ല. നല്ല കഷ്ടപ്പാടാണ് ഗൈസ്. എന്നാ ഞാനും കൂടെ ചെയ്യട്ടെ. തെളിവ് ഈ സാരമില്ല. നാളെ ആയാലും സാരമില്ല. എനിക്കൊന്ന് കയറ്റണം. മണ്ടയ്ക്ക് കയറി സാധനം ഇച്ചിരി ദൂരോട്ട് പോട്ടെ. ഒത്തിരി വിട്ടുപോകല്ലേ. വലിച്ചു 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 മണ്ടയ്ക്ക് വെച്ച കറങ്ങുന്നുണ്ടോ ഗൈസ്? നമ്മൾ മറ്റേ ഇന്റർനെറ്റ് ഒക്കെ വർക്ക് ചെയ്യുമ്പോ നെറ്റ് സ്ലോ ആകുമ്പോ മറ്റേ ഇത് കറങ്ങത്തില്ല. ബഫർ ചെയ്യുന്നല്ലോ. ആ ബഫർ ചെയ്യുന്നാലും കടന്നു. മണ്ടയ്ക്ക് കയറി സാധനം വലിച്ചു വലിച്ചു വിടണം ഗൈസ്. അല്ല കേറത്തില്ല. പതുക്കെ പതുക്കെ കേറുന്നുണ്ട് ഗൈസ്. കണ്ടാ അങ്ങ് കയറി എന്നെക്കാളും വെള്ളാണ്. നമ്മൾ ഓടിച്ചോടിച്ച് വിടുകയാണ് ഗൈസ്. എത്ര ദൂരം വേണ്ട ഗൈസ്. വെള്ളം കൊണ്ടുപോകുന്നവര് അതുണ്ട്. അവര് ആൾക്കാര് വെള്ളമൊക്കെ കൊണ്ടുപോകും. ഓ അങ്ങ് പോയി. ഒത്തിരി അഴിച്ചുവിടണ്ട. ചുറ്റാൻ പറ്റത്തില്ല. രാത്രി ആകാറായി. സാരമില്ല. അതാണ്ട് അവര് വെള്ളം കൊണ്ടുപോകാണ് ഗൈസ് അവരുടെ വീട്ടിലേക്ക്. നമ്മ ഇങ്ങനെ മണ്ടയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കാണ്. പക്ഷെ മണ്ടയ്ക്ക് കയറുന്നില്ല ഗൈസ്. ഒത്തിരി വലിക്കണ്ട. ഇതെന്തൊരു കാര്യം. ഞാനും കൂടെ കയറ്റിട്ട്. ഞാൻ ആദ്യമായിട്ടാ പുറത്തുനിന്ന്. ഞാനും കൂടെ കയറ്റിട്ട്. ഏട്ടക്ക് മടിയാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതൊന്ന് കേറ്റട്ടെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇറക്കാൻ നേരം കാണാം ഗൈസ്. നമ്മൾ കണ്ടോ ഗൈസ് മാജിക്. ഞാൻ മാജിഷ്യൻ ആണ് ഗൈസ്. ഇതിന്റെ ഇത് പുഴു കിടക്കും. അപ്പൊ ഗൈസ് നമ്മൾ കിടകിടാച്ചി പട്ട ഉണ്ടാക്കുകയും ചെയ്ത് അത് പറത്തുകയും ചെയ്തു. കണ്ടോ ഇപ്പോഴും അത് കിടന്ന് പറക്കുന്നുണ്ട്. കണ്ടോ മേള് കണ്ടോ. കണ്ടോ ഇത് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വിട്ടും പോകുന്നുണ്ട്. അത് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അയ്യോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ കണ്ട കട്ടക്കലിവട്ട പട്ടം പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല രാത്രിയുമായി വരുന്നുണ്ട്. 6-6:30 ആയി. പിന്നെ കണ്ടോളൂ ഇവിടെ പെട്ടെന്ന് തണുപ്പും ആവും ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്ക് ബൈ.